അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, വളരെ പ്രതീക്ഷാപൂർവം മഹത്വങ്ങൾ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടുകൊണ്ടും അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് ശാരീരികമായും മാനസികമായും പരിസര സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടും വിശുദ്ധ റമദാനിനെ നമ്മൾ വരവേൽക്കുന്നതും അതിൽ നമ്മൾ കഴിഞ്ഞുകൂടുന്നതും. എന്തുകൊണ്ടോ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് വേണ്ടത്ര ഒരു ധാരണ ഇല്ലാത്തതിനായിരിക്കാം വേണ്ടത്ര ഒരു മുന്നൊരുക്കം മുസ്ലിം സമൂഹത്തിനിടയിൽ കാണുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി, അഫ്ളലു അയ്യാമു ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും മഹത്തായ ദിനങ്ങൾ, ശ്രേഷ്ഠതയേറിയ ദിനങ്ങൾ എന്ന് പറയുന്നത് അൽ അശ്റുൽ അവ്വാഇൽ, ആദ്യ 10 ദിനങ്ങളാണ്. ഉദ്ദേശം ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആ ദിനരാത്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അള്ളാഹു ആണയിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തത്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന്. ഈ മഹത്തായ ദിനരാത്രങ്ങളിൽ സാധ്യമാകുന്ന നന്മകളിലൂടെ കഴിഞ്ഞുകൂടുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിനെ നമ്മൾക്ക് സ്വന്തമാക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഒരു അമലിനെ സംബന്ധിച്ചാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ നാം സൂചിപ്പിച്ചിരുന്നു, ഒരു ദാസന്റെ ഇബാദത്തുകളെല്ലാം സമഞ്ജസമായി സമ്മേളിക്കപ്പെടുന്ന ദിനരാത്രങ്ങളാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. ഹജ്ജും നോമ്പും സക്കാത്തും സദഖയും അതോടൊപ്പം തന്നെ നമസ്കാരവും ലാ ഇലാഹ ഇല്ലല്ലാഹും എല്ലാം ഒത്തുചേരുന്ന ഒരേ ഒരു സമയമുള്ളത് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളിലാണ്. അതിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇബാദത്തുള്ളത് നമുക്കറിയാം. ഹജ്ജ് നമ്മൾ നിർവഹിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, തൗഹീദ് പ്രഖ്യാപിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ യൗമുൽ ഖിയാമയിൽ ഒരു ദാസനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ അള്ളാഹുവിൻ്റെ ആദ്യമായ ശ്രദ്ധ ഉണ്ടാകുന്നത് ഈ വക കാര്യങ്ങളിൽ ഒന്നും തന്നെയല്ല. മറിച്ച് അവ്വലുമാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമുൽ ഖിയാമത്തി അസ്സലാത്ത്. ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം യൗമുൽ ഖിയാമയിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് അവന്റെ ഫർള് നമസ്കാരത്തെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പോൾ ഫർള് നമസ്കാരങ്ങൾ വളരെ ശ്രദ്ധാപൂർവം അതിന്റെ സമയം തെറ്റിപ്പോകാതെ ഇമാമും ജമാഅത്തുമായിട്ടുള്ള നമസ്കാരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് ഈ ദിനരാത്രങ്ങൾ കഴിയേണ്ടതുണ്ട്. ഇതിനു ശേഷമുള്ള ദിനരാത്രങ്ങളിലും അതേ രൂപത്തിൽ നമുക്ക് പരിരക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട്. കാരണം അള്ളാഹു ചോദ്യം ചെയ്യുന്നത് ആ ഫർദ് നമസ്കാരത്തെ സംബന്ധിച്ചാണ് ആദ്യം. ഇദാ സലുഹ, അത് ശരിയായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാവുകയും ചെയ്യും. ഫർദ് നമസ്കാരങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായതായി അനുഭവപ്പെട്ടാൽ മലക്കുകളോടായി അള്ളാഹു സൂചിപ്പിക്കുമെന്നാണ്. എൻ്റെ ദാസന്റെ സുന്നത്ത് നമസ്കാരങ്ങൾ ഏതെങ്കിലും അവന്റെ രേഖാപുസ്തകത്തിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ. മലക്കുകൾ അന്വേഷിക്കുമ്പോൾ അവന്റെ ഖിയാമുൽ ലൈലും അതോടൊപ്പം തന്നെ ളുഹ നമസ്കാരവും അതുപോലെ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ പോലെയുള്ള നമസ്കാരങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതായിട്ടുണ്ട് എങ്കിൽ ഫർള് നമസ്കാരത്തിലെ കുറവുകൾ അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് സന്തോഷം അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമസ്കാരത്തിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തോടു കൂടിയുള്ള നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. നമസ്കാരത്തിന്റെ ലക്ഷ്യമായി ഖുർആൻ സൂചിപ്പിച്ചത് ഇപ്രകാരമാണ്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ചു വരാൻ സാധ്യതയുള്ള തിന്മകളെക്കുറിച്ചും മ്ലേച്ഛമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവൻ നിർവഹിച്ച നമസ്കാരത്തിൽ നിന്നും കിട്ടിയ പ്രചോദനങ്ങൾ അവനെ തടയും എന്നാണ്. അപ്പോൾ നമ്മളുടെ ഫർള് നമസ്കാരങ്ങളും മറ്റ് സുന്നത്ത് നമസ്കാരങ്ങളും അതിന്റെ കൃത്യതയിൽ നമസ്കരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ദുൽഖഅദ് 29-ാം തീയതിയിലെ ഫർള് നമസ്കാരത്തിന്റെ പ്രാധാന്യമല്ല ദുൽഹജ്ജ് 1-ാം തീയതിയിലെ ഫർള് നമസ്കാരത്തിന്റെ പ്രാധാന്യം. അതിന് അതിൻ്റെതായ മഹത്വവും വലിപ്പവും അനുഗ്രഹങ്ങളുമുണ്ട്. റബ്ബ് സുബ്ഹാൻ ആ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന സൗഭാഗ്യശാലികളിൽ എന്നെയും നിങ്ങളെയും ലോക മുസ്ലിമുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.